എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷത്തോളമായി. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഭർത്താവ് എന്നെ പരിചരിക്കുന്നതോ കൂടെ താമസിപ്പിക്കുന്നതോ ഇഷ്ടമല്ല. ഭർത്താവിൻ്റെ ഉമ്മ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ മുന്നിൽ വെച്ച്. ഭർത്താവ് അതിനെ തുടർന്ന് സംസാരമില്ല, എന്നോട് മാറിക്കിടക്കുന്നു. ഇതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിലിപ്പോൾ എനിക്കെന്തു ചെയ്യാൻ പറ്റും? ഇതുവരെ ഭർത്താവിൻ്റെ കൂടെ ആണ് താമസം. ഞാൻ മാറി നിൽക്കണോ? ഇതിനുള്ള മറുപടി പറയാമോ? ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകുടുംബത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം ദാമ്പത്യം നയിക്കുന്നവരുടെ ഒരു പൊതു പ്രശ്നമാണത്. ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഒരു ഭർത്തൃ സ്നേഹവും ഭർത്താവിൻ്റെ പരിഗണനയും ലഭിക്കാതെ പോകാനുള്ള കാരണം മാതാപിതാക്കളോടൊപ്പം ഈ പെൺകുട്ടിയെ അവർ താമസിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ സ്വാഭാവികമായൊരു നടപടിക്രമമാണ്. ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്ക് വീടും സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തു ചെയ്യും? ഈ പെൺകുട്ടിയോട് അയാൾ ഭയങ്കര മാനസിക ബന്ധവും ഭാര്യയോട് ഒക്കെ കാണിക്കുമ്പോൾ അതിനെന്തായിരുന്നാലും മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്നൊരവസ്ഥ വളരെ അപൂർവമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് അവരുടെ ഇടയിൽ വെച്ചാവുമ്പോൾ പരമാവധി അവരെ തമ്മിൽ തെറ്റിക്കാനും അവളോട് സ്നേഹത്തോടെ പെരുമാറുന്നത് ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന മനോഭാവമുള്ള ധാരാളം രക്ഷിതാക്കളുണ്ട്. ശരിക്കും അവരത് ചിന്തിക്കാത്തതുകൊണ്ട് ചെയ്യാണ്. കാരണം നമ്മുടെ മകനൊരു കല്യാണം കഴിച്ചാൽ അവർ തമ്മിൽ പരമാവധി സ്നേഹത്തിലും ബന്ധത്തിലും പോകണം എന്നല്ലേ ആഗ്രഹിക്കുക. അവർ തമ്മിൽ പിണങ്ങണം, ഡൈവേഴ്സ് ആവണം എന്നൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു കോമൺ സെൻസ് ഇല്ലാതെ ആലോചിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഈ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഭാര്യയെ പരമാവധി സ്നേഹിക്കാനുള്ള സാഹചര്യങ്ങൾ അവരുണ്ടാക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മളൊന്ന് പുറത്ത് പോകുമ്പോൾ വാപ്പിയുമില്ല, അപ്പോൾ നമുക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാം. രാത്രി നമ്മുടെ ബെഡ്റൂമിൽ കയറി നമുക്ക് പ്രകടിപ്പിക്കാം. അവളെ വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് പ്രകടിപ്പിക്കാം. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ എന്ത് ചെയ്യാണ്? വാപ്പൻ്റെയും ഉമ്മൻ്റെയും മുന്നിൽ നിന്ന് സാധ്യമാവാത്ത സ്നേഹമൊക്കെ സൗകര്യപ്പെടുന്ന സമയത്ത് പരമാവധി കൊടുത്ത് എന്ത് ചെയ്യണം? അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഈ പുരുഷന്മാർ ചോദിക്കുമ്പോഴേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പനി മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, വേണമെങ്കിൽ എന്നോടൊരു ശത്രുവിനെ പോലെ തന്നെ പെരുമാറിക്കോളി, അതിന് പ്രശ്നമില്ല, അത് ഞാൻ ഉൾക്കൊണ്ടോളാം. പക്ഷെ അവരില്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി ആ സ്നേഹവും കാര്യങ്ങളും എനിക്ക് തരണം എന്നൊരു ന്യായമായ ആവശ്യം ഇവർക്ക് ഉന്നയിക്കാം. അല്പം മനസ്സിലാകുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? അത് കൊള്ളുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതേമാതിരി സ്ത്രീകളും എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇവർ സാന്നിധ്യത്തിലും വെച്ചിട്ട് എന്ത് ചെയ്യുക? ഭർത്താവിനോടൊരു അറ്റാച്ച്മെൻറ്റുള്ള പോലെ ഒന്നും പെരുമാറണ്ട. മനസ്സിലായില്ലേ? അവിടെ നിന്നൊക്കെ ഒരു അകലത്തിൽ നിൽക്കുക. വേണമെങ്കിൽ ഇവർ ഭയങ്കര പ്രശ്നക്കാരാണെന്നുള്ള നിലക്കന്നെ നിന്നോട്ടെ. പക്ഷേ എന്ത് ചെയ്യാം? അല്ലാത്ത സമയങ്ങളിൽ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് വെറുതെ ആലോചന ഉണ്ടാക്കാൻ ശ്രമിക്കാതെ പരമാവധി എന്ത് ചെയ്യാം? സ്നേഹത്തിലും അറ്റാച്ച്മെൻറ്റിലും നിന്നാൽ ഇതാണ് അതിനൊരു വഴി എന്ന് അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും? കഴിയുമെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ എന്തെങ്കിലും വല്ല ജോലിയോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ പേരിലൊരു ഷിഫ്റ്റിങ്ങൊക്കെ ആയിട്ട് വേറെ താമസിക്കാനൊക്കെ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ആവാം. എന്തായാലും ഒരു ഭർത്താവുന്നൊരു ഭാര്യയ്ക്ക് കിട്ടേണ്ട മിനിമം കാര്യങ്ങൾ കിട്ടിയേ പറ്റൂ. അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏത് ശ്രമങ്ങളും എത്രത്തോളവും ഇവർക്ക് നിർവഹിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്.